കുറെ കാലത്തിന് ശേഷം പഠിച്ചു തുടങ്ങിയ ആളുകൾ ഉണ്ടാവും. തീർന്ന ടോപ്പിക്കുകൾക്കൊക്കെ പ്രിന്റബിൾ നോട്ടുകൾ നൽകി ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള എല്ലാ 10th മെയിൻസ് എക്സാമുകൾ വെറുതെ കുറച്ച് ക്ലാസ് തന്ന് സിലബസ് തീർത്ത് വിടുന്ന ഒരു പരിപാടി അല്ല. ഇത് കൂടാതെയുള്ള SCERT-ൽ നിന്നോ NCERT-ൽ നിന്നോ ആ സിലബസിനെ നമ്മൾ ഒരു 10 മൊഡ്യൂളുകളാക്കി മാറ്റി വെച്ചു. അങ്ങനെ കൃത്യം 1 വർഷം കൊണ്ട് LDCയുടെ സിലബസ് സ്പീഡിൽ എത്താനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഇതിന്റെ പ്രിന്റബിൾ നോട്ട് അടുത്ത LDC എന്ന നിങ്ങളുടെ സ്വപ്നം. കഴിഞ്ഞ മെയ് 20-ാം തീയതി നമ്മൾ LDCയുടെ ആദ്യത്തെ ബാച്ച് ആരംഭിച്ചു. ഒരവകാശവാദവും ഇല്ലാതെ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടും വലിയ സ്വീകരണമാണ് നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയത്. നമ്മുടെ ക്ലാസ്സുകൾ വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു. വളരെ ചെറുകയാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ 1ാമത്തെ മൊഡ്യൂള് തീരാറാവുന്നു. 4 മോഡൽ എക്സാമുകൾ നിലവിൽ ഇതുവരെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൻ്റെ വീഡിയോ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ആഴ്ചകളിലുമായിട്ട് 8ഓളം വീക്കിലി എക്സാമുകൾ നമ്മൾ പഠിച്ചതിനെ റിവിഷൻ ചെയ്ത് നമ്മൾ നടത്തി. തീർന്ന ടോപ്പിക്കുകൾക്കൊക്കെ ടോപ്പിക് ടെസ്റ്റുകൾ കഴിഞ്ഞു. തീർന്ന ടോപ്പിക്കുകൾക്കൊക്കെ പ്രിന്റബിൾ നോട്ടുകൾ നൽകി. ഇങ്ങനെ ഏറ്റവും ഭംഗിയായി LDCയുടെ ബാച്ച് മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കുന്നു. ഒരു പരിധിയിൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വന്നപ്പോൾ നമ്മുടെ LDCയുടെ ആദ്യ ബാച്ചിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നും, ഇനി LDCക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റൂലേ, ഇനി ബാച്ചില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. നമ്മൾ ആരംഭിക്കുന്നു LDC അൾട്രാ 2.0 ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി മുതൽ. നമ്മുടെ മുൻപത്തെ ബാച്ചിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഈ ബാച്ചിലും നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നതായിരിക്കും. കൃത്യം 10 മാസം കൊണ്ട് എന്താണോ ഒരു LDCയുടെ സിലബസ് അത് കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെ നമ്മൾ തീർത്തിരിക്കും. അതിനുശേഷമുള്ള 2 മാസം നമ്മൾ പഠിച്ചതൊക്കെ ഓവറോൾ ഒന്ന് റിവിഷൻ ചെയ്യും. അങ്ങനെ കൃത്യം 1 വർഷം കൊണ്ട് LDCയുടെ സിലബസ് വൃത്തിയായി പഠിച്ച് റിവിഷൻ ചെയ്ത് ഈ ബാച്ചിലൂടെ മാറ്റും. ഇനി നിങ്ങളുടെ മനസ്സിൽ തോന്നാവുന്ന ഒരു സംശയം, LDCയുടെ എക്സാം ഇത് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് അതിനുശേഷം ഒന്നുമില്ലേ? ഇൻ കേസ് LDCയുടെ എക്സാം ഇത് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അതുവരെ നിങ്ങളെ സജീവമായി നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ബാച്ചിൽ മോഡൽ എക്സാമുകൾ ഉണ്ടാവും. അന്നുവരെ റിവിഷൻ ക്ലാസ്സുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെയും തോന്നാം, ഇൻ കേസ് ഇതിന് മുമ്പ് എക്സാം വന്നാൽ അപ്പോൾ എന്ത് ചെയ്യും? അതിനനുസരിച്ച് നമ്മുടെ ക്ലാസ്സുകളും ഷെഡ്യൂളുകളും കുറച്ചുകൂടെ വേഗത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് ടോപ്പിക്കും തീർത്ത് റിവിഷനും തന്നെ നിങ്ങളെ പരീക്ഷയിലേക്ക് വിടുകയുള്ളൂ. ഓഗസ്റ്റ് 15-ന് ക്ലാസ്സുകൾ ആരംഭിച്ച് കൃത്യം ഒരാഴ്ച കൊണ്ട് എന്താണ് LDCയുടെ സിലബസ് എന്നും ഓരോ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏത് ഓർഡറിലാണ് പഠിക്കേണ്ടതെന്നും ഒക്കെയുള്ള ഒരു ഓറിയന്റേഷൻ, അതായത് നിങ്ങൾക്ക് സിലബസിനെ കുറിച്ചുള്ള ഒരു അവബോധം ഓരോ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് തരും. അതിനുശേഷം നമ്മുടെ റെഗുലർ ക്ലാസ്സുകൾ ആരംഭിക്കും. നമ്മൾ ഈ ബാച്ച് തുടങ്ങി കൃത്യം 2ാമത്തെ ആഴ്ച മുതൽ നമ്മുടെ എക്സാമുകളും നമ്മൾ ഈ ബാച്ചിൽ തുടങ്ങുന്നതായിരിക്കും. ട്രിക്ടേണിന്റെ എല്ലാ ബാച്ചുകളിലും നമ്മൾ ചെയ്യുന്നത് വെറുതെ കുറച്ച് ക്ലാസ് തന്ന് സിലബസ് തീർത്ത് വിടുന്ന ഒരു പരിപാടി അല്ല. നമ്മൾ എല്ലാ ബാച്ചിലും ചെയ്യുന്നത് ക്ലാസ്സുകളോടൊപ്പം തന്നെ എത്രത്തോളം നിങ്ങളെ കൊണ്ട് എക്സാമുകൾ എഴുതിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം എക്സാമുകൾ എഴുതിപ്പിച്ച് ഈ പരീക്ഷയ്ക്ക് നിങ്ങളെ സെറ്റാക്കുകയാണ്. അപ്പോൾ ഈ ബാച്ചിലും പതിവ് പോലെ തന്നെ അത്രത്തോളം എക്സാമുകളും ക്ലാസ്സുകളോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ എല്ലാ ദിവസവും 3 ക്ലാസ്സുകൾ വീതമാണ് നിങ്ങൾക്ക് ഈ ബാച്ചിൽ ലഭിക്കുക. എല്ലാ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളായിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് കാണാനായിട്ട് പറ്റിയില്ലെങ്കിൽ ലൈവ് കഴിഞ്ഞ് കൃത്യം 2.5 മണിക്കൂറിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ക്ലാസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് ലൈവ് കണ്ട് മുന്നോട്ട് പോവാം, അല്ലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കണ്ട് ഈ ടോപ്പിക്ക് സെറ്റാക്കാം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇതിനിടയിലെ ഒരു ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് മിസ്സായി എങ്കിൽ, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിക് ഹോളിഡേ വന്നു, അല്ലെങ്കിൽ ഒരു സമരം വന്നു, ചിലപ്പോൾ ഒരു വലിയ പരീക്ഷ കാരണം ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ദിവസത്തെ ക്ലാസ് ശനിയാഴ്ചത്തെ മാറ്റി വെച്ചു, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ പകരം ഞായറാഴ്ച ക്ലാസ് ഇട്ട് നമ്മൾ ഈ ഒരു പെൻഡിങ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ബാച്ചിൽ ടോപ്പിക്ക് തീർക്കാനായിട്ട് നമുക്ക് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ട്. എന്താണോ LDCയുടെ സിലബസ് ആ സിലബസിനെ നമ്മൾ ഒരു 10 മൊഡ്യൂളുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ എല്ലാ ബാച്ചിലും നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അധ്യാപകര് ഓരോ ടോപ്പിക്കും ഏത് ഓർഡറിലാണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഓർഡറിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം,
ആ രീതിയിൽ നമ്മൾ 10 മൊഡ്യൂളുകളാക്കി ഡിവൈഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ മൊഡ്യൂളുകൾ തീർക്കാനായിരിക്കും ഈ ബാച്ചിലൂടെ നമ്മൾ ശ്രമിക്കുക. അതായത് ഒന്നാമത്തെ മൊഡ്യൂൾ തീരുമ്പോൾ സിലബസിന്റെ ഒരു 10% തീർന്നു എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ മൊഡ്യൂൾ തീരുമ്പോൾ 20%. അങ്ങനെ നമ്മൾ കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെ കൃത്യം 10 മാസം കൊണ്ട് ഈ സിലബസ് തീർക്കുക എന്നതായിരിക്കും നമ്മുടെ ലക്ഷ്യം. ആദ്യത്തെ മൊഡ്യൂള് വളരെ സാവകാശമായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക. അതെന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം പഠിച്ചു തുടങ്ങിയ ആളുകൾ ഉണ്ടാവും, ചിലപ്പോൾ കുറച്ച് സ്പീഡിൽ എത്താനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് അല്പം സമയമെടുത്ത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു അടിസ്ഥാനം ഉണ്ടാക്കി സിലബസിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി ഇങ്ങനെ നമ്മൾ വളരെ ചെറുകെ ആദ്യത്തെ മൊഡ്യൂൾ തീർത്ത് നിങ്ങളെ ഒരു ട്രാക്കിൽ എത്തിക്കും. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സ്പീഡിൽ പോകാവുന്നതാണ് എന്ന് കരുതി ഭയങ്കര സ്പീഡിൽ പോകും എന്നല്ല. ആദ്യത്തെ മൊഡ്യൂളിൽ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ട്രാക്കിലെത്തും. പിന്നെ പതുക്കെ 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 നമ്മൾ ഇത് പഠിച്ച് ഈ ടോപ്പിക്ക് തീർക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു മൊഡ്യൂൾ തീർക്കാനായിരിക്കും നമ്മൾ എല്ലാ ബാച്ചിലും, ഈ ബാച്ചിൽ ഉൾപ്പെടെ എല്ലാ ബാച്ചിലും ശ്രമിക്കുന്നത്. ഏതൊക്കെ രീതിയിലുള്ള പരീക്ഷകളാണ് ഈ ബാച്ചിൽ ഉണ്ടാവുക നിങ്ങൾക്ക് തോന്നാം അല്ലേ? ആദ്യ ബാച്ചിലുള്ള എല്ലാ പരീക്ഷകളും ഈ ബാച്ചിലും നമ്മൾ നടത്തും. അതായത് ഒരാഴ്ചയിൽ നിങ്ങൾ എന്തു പഠിച്ചോ അത് ഏറ്റവും വൃത്തിയായി റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ആഴ്ചയിലും വീക്ക്ലി റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും. അതായത് ഉദാഹരണം പറഞ്ഞാൽ, ഈ ആഴ്ചയിൽ നിങ്ങൾ എന്ത് പഠിച്ചോ അത് അടുത്ത ആഴ്ച നിങ്ങൾ റിവിഷൻ എക്സാമുകളായി എഴുതും. ഇനി ഒരു അധ്യാപകൻ വൺസ് ഒരു ടോപ്പിക്ക് തീർക്കുമ്പോൾ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ടോപ്പിക് ടെസ്റ്റുകൾ ഉണ്ടാവും. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, കെമിസ്ട്രിയുടെ ടീച്ചർ വന്ന് ആറ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തീർത്തു വന്നിരിക്കട്ടെ. ആ ടോപ്പിക്ക് വൺസ് തീർത്തതിന് ശേഷം നിങ്ങൾക്ക് പഠിക്കാൻ ഒരു സമയം തന്നതിന് ശേഷം അതിന്റെ ടോപ്പിക് ടെസ്റ്റും കൂടെ നമ്മൾ നടത്തും. പിന്നെ എല്ലാ ആഴ്ചയിലും എങ്ങനെയാണോ ഒരു LDC എക്സാം നടക്കുക അതിനനുസരിച്ച് മോഡൽ എക്സാമുകളും ഉണ്ടാവും. എന്താണ് LDC എക്സാമിന്റെ മാർക്ക് ഡിവിഷൻ സിലബസ്, അതിനനുസരിച്ച് എല്ലാ ആഴ്ചയിലും നിങ്ങൾ ഒരു മോഡൽ എക്സാം എഴുതും. അപ്പൊ ഈ മോഡൽ എക്സാമിന്റെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് വീഡിയോ സൊല്യൂഷനും കൂടെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ആ മോഡൽ എക്സാമിൽ അറിയത്തില്ല, മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് അറിയത്തില്ല എങ്കിൽ ആ വീഡിയോ സൊല്യൂഷൻ വഴി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ എത്രത്തോളം നിങ്ങളെ കൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ എക്സാം എഴുതിപ്പിക്കാമോ, PYQ എക്സാമുകൾ എഴുതിപ്പിക്കാമോ, അത് മുഴുവൻ നമ്മൾ എഴുതിപ്പിച്ചിരിക്കും. ഈ PYQ എക്സാമുകളിലൂടെ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള എല്ലാ 10th മെയിൻസ് എക്സാമുകളും, അതായത് LDC സിലബസിലുള്ള എല്ലാ എക്സാമുകളും നമ്മൾ പഠിച്ചു മാറിയിരിക്കും. ഇത് കൂടാതെ ഓരോ മൊഡ്യൂളുകൾ തീരുമ്പോൾ മൊഡ്യൂൾ എക്സാം നടത്തും. നിങ്ങൾ എന്ത് ഇതുവരെ പഠിച്ചു എന്ന് നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കൂടാതെ ബാച്ച് തുടങ്ങി ഒരു 4-5 മാസങ്ങൾക്ക് ശേഷം SCRT എക്സാമുകൾ നമ്മൾ പ്രത്യേകം സ്റ്റാർട്ട് ചെയ്യും. ഓരോ മാസത്തിലെ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് പ്രത്യേകം ഇട്ട് തന്ന് കറണ്ട് അഫേഴ്സിന്റെ എക്സാമുകളും കൂടെ നമ്മൾ നടത്തും. ഇതൊക്കെയാണ് ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന എക്സാമുകൾ. ഇനി ഈ ബാച്ചിന്റെ ഒരു 3 പ്രത്യേകതകൾ കൂടി പറയാം. ഒന്ന്, നിങ്ങൾ ഏത് ബാച്ച് തുടങ്ങിയാലും നമ്മളോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട കാര്യം പ്രിന്റബിൾ നോട്ട്സ്. അതായത് ഒരു അധ്യാപകൻ നിങ്ങളെ ഒരു ടോപ്പിക്കിന്റെ കീഴിൽ എന്തൊക്കെ പഠിപ്പിച്ചോ അത് മുഴുവൻ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഈ ബാച്ചിലൂടെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നമ്മുടെ LDCയുടെ ആദ്യ ബാച്ചിൽ കൊടുത്ത വേൾഡ് ജോഗ്രഫിയിലെ ഭൂമിയുടെ ഘടന എന്ന ടോപ്പിക്കിന്റെ ഒരു പ്രിന്റബിൾ നോട്ട് കാണാനായിട്ട് പറ്റും. ഇതെപ്പോഴാണ് നമ്മൾ തരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു അധ്യാപകൻ ഒരു 4 ക്ലാസ്സുകൾ കൊണ്ടാണ് ഈ ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന ടോപ്പിക്ക് തീർക്കുന്നത് എന്നിരിക്കട്ടെ. 4 ക്ലാസ് കഴിഞ്ഞ് ഈ ടോപ്പിക്ക് പൂർണ്ണമായും തീർന്നതിന് ശേഷം തൊട്ടു പിറ്റേ ദിവസം നിങ്ങൾക്ക് ഇതിന്റെ പ്രിന്റബിൾ നോട്ട് നമ്മൾ അവൈലബിൾ ആക്കി തരും. ഇനി ഈ പ്രിന്റബിൾ നോട്ടിൽ എന്തൊക്കെയുണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് പറ്റും. ആ അധ്യാപകൻ നിങ്ങളെ ഈ 4 ക്ലാസ്സുകൾ കൊണ്ട് എന്തൊക്കെ പഠിപ്പിച്ചോ അത് മുഴുവൻ ഈ നോട്ടിലുണ്ട്. അതിനുശേഷം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തെങ്കിലും SCRT NCRT ഫാക്ട്സുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഇതിന്റെ താഴെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനും ശേഷം ഈ ടോപ്പിക്കിന്റെ കീഴിൽ നിന്ന് ഈ അടുത്ത് നടന്ന പരീക്ഷകളിൽ ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലായിരിക്കും നമ്മൾ നിങ്ങൾക്ക് പ്രിന്റബിൾ നോട്ടുകൾ തരിക. അധ്യാപകൻ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിലുണ്ടാവും. ഇത് കൂടാതെയുള്ള SCRTയിൽ നിന്നോ NCRTയിൽ നിന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരും.
ഇതിനുമപ്പുറം ഈ അടുത്ത് നടന്ന പരീക്ഷകളിൽ ചോദിച്ച PYQം കൂടെ ഇതിന്റെ ഭാഗമായി കാണും. 2, ഈ ബാച്ചിൽ നിങ്ങളോടൊപ്പം ഒരു മെന്ററും കൂടെ ഉണ്ടാവും. നമുക്ക് ഈ ഒരു ബാച്ചിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ടെലിഗ്രാം ചാനൽ ഉണ്ടാവും. ഈ ടെലിഗ്രാം ചാനലിൽ നമ്മുടെ ഒരു മെന്റർ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ഈ ബാച്ചിൽ നിങ്ങൾക്ക് ഞങ്ങൾ എന്തൊക്കെ തരുന്നോ അത് മുഴുവൻ നിങ്ങളെ മെന്റർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഇപ്പോൾ ഒരു പരീക്ഷ നടത്താൻ പോകുന്നു, വന്ന് പരീക്ഷ എഴുതൂ, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെ ക്ലാസ് തുടങ്ങാൻ പോകുന്നു, ക്ലാസ്സിന്റെ റെക്കോർഡർ ക്ലാസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങാൻ എന്തെങ്കിലും ടെക്നിക്കൽ ബുദ്ധിമുട്ടുണ്ട്, കുറച്ചുകൂടെ കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ പരീക്ഷയുടെ മാർക്ക് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അല്ലെ മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിന്റെ PYQ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വീഡിയോ എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്, ടോപ്പിക് ടെസ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിരന്തരമായി മെന്റർ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇനി അതിനും അപ്പുറത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേണുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ, തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സജഷൻസ് നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ മെന്ററോട് വിളിച്ചു പറയാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് വിളിച്ചാൽ ലഭ്യമായില്ല എങ്കിൽ വാട്സപ്പിൽ അറിയിക്കാവുന്നതാണ്. തീർച്ചയായും ആ മെന്റർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരിക്കും. ത്രൂ ഔട്ട് ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം ഒരു മെന്ററും ഉണ്ടാവും. 3-ാമത്തെ കാര്യം, ഞങ്ങൾ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ഈ LDCയുടെ സിലബസിനെ ഒരു 10 മൊഡ്യൂളുകളാക്കി ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മൊഡ്യൂളുകൾ തീർക്കാനായിരിക്കും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നതും ആ രീതിയിലായിരിക്കും. അപ്പോൾ ഓരോ മൊഡ്യൂളുകൾ തീരുമ്പോഴും നിങ്ങളുടെ പഠനത്തിൽ എവിടെ നിൽക്കുന്നു, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തരാൻ പറ്റിയോ, നിങ്ങൾ അതൊക്കെ കൃത്യമായും പഠിച്ചോ, അല്ലെങ്കിൽ സിലബസിന്റെ എത്ര ഭാഗങ്ങൾ തീർത്തു, നിങ്ങൾ എവിടെയൊക്കെ ആയി എന്നൊക്കെ നമ്മുടെ ടീമുകളെല്ലാം കൂടെ വന്ന് നിങ്ങളോട് ഒന്ന് ഇരുന്ന് സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറയുന്ന പോലെ കുറച്ചും കൂടെ മുന്നോട്ട് ഏറ്റവും വേഗത്തിൽ ഓടാനായിട്ട് ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കൂടുതൽ പുഷ് ചെയ്യാനായിട്ട് മോട്ടിവേഷൻ ക്ലാസ്സുകളും ഈ ഒരു ബാച്ചിന്റെ ഭാഗമായി വന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, വളരെ ലിമിറ്റഡ് ആയ സീറ്റുകൾ മാത്രമായിരിക്കും ഈ ബാച്ചിൽ ഉണ്ടാവുക. കഴിഞ്ഞ ബാച്ചിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നമ്പറുകളിൽ അപ്പുറം വന്നപ്പോഴാണ് ആ ബാച്ച് ക്ലോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായതും ക്ലോസ് ചെയ്യേണ്ടി വന്നത്. ഫസ്റ്റ് ബാച്ചിന്റെ അത്രയും സീറ്റുകൾ ഈ ബാച്ചിൽ ഉണ്ടാവുകയില്ല. അപ്പൊ സീറ്റുകൾ ലിമിറ്റഡ് ആണ്. ഏറ്റവും വേഗത്തിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഡേറ്റ് മറന്നു പോകണ്ട. ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി മുതൽ നമ്മൾ ആരംഭിക്കുന്നു LDC Ultra 2.0. അടുത്ത LDC എന്ന നിങ്ങളുടെ സ്വപ്നം, ഒരു സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം ഏറ്റവും വേഗത്തിൽ ഈ ബാച്ചിലൂടെ പൂവണിയട്ടെ. നമുക്കൊരുമിച്ച് അതിലേക്ക് നടന്നു തുടങ്ങാം. താങ്ക് യു.